ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മെയ് 1 പ്രധാനമായും 2 തമിഴ് സിനിമകളും ഒരു തെലുങ്ക് സിനിമയും ഉൾപ്പെടെ 3 സിനിമകളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നത്. സൂര്യ നായകനെ കാർത്തിക് സുബ്രാജ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത റെട്രോ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. പൂജ ഹെഗ്ഡെ നായികയാകുന്ന ഈ സിനിമയിൽ മലയാളി താരങ്ങളായ ജയറാം, ജോജു ജോർജ് എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. കങ്കുവ എന്ന ദുരന്ത സിനിമയ്ക്ക് ശേഷം സൂര്യയുടെ ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് റെട്രോ സൂചിപ്പിക്കുന്നത്. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ എല്ലാ മേഖലയിൽ നിന്നും മികച്ച ബുക്കിംഗാണ് ഇപ്പോൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കളക്ഷൻ ഈ സിനിമ നേടിയെടുക്കും എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം ശ്രേയസ് കൃഷ്ണയും എഡിറ്റിംഗ് ഷഫീഖ് മുഹമ്മദ് അലിയുമാണ്. സന്തോഷ് നാരായണനാണ് ഈ സിനിമയ്ക്ക് സംഗീതം പകർന്നിട്ടുള്ളത്. 65 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് 7 കോടി 81 ലക്ഷം രൂപയാണ് ഫൈനൽ പ്രീസെയിൽ കളക്ഷനായി സ്വന്തമാക്കിയത്. കേരളത്തിൽ 1 കോടി 40 ലക്ഷം രൂപയും കർണാടകയിൽ 1 കോടി 22 ലക്ഷവും കളക്ട് ചെയ്ത സിനിമ ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 89 ലക്ഷവും കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ സൗത്ത് ഇന്ത്യൻ പ്രീസെയിൽ കളക്ഷനായി 11 കോടി 32 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ GCC ഓവർസീസ് പ്രീസെയിൽ കളക്ഷൻ ഏകദേശം 4 കോടിക്ക് അടുത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ടോട്ടൽ 15 കോടി 25 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ പ്രീസെയിൽ കളക്ഷൻ. നവാഗതനായ അഭിഷാൻ ജീവന്ത് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ടൂറിസ്റ്റ് ഫാമിലി എന്ന തമിഴ് സിനിമയാണ് രണ്ടാമത്തെ റിലീസ്. ശശികുമാർ, സിമ്രാൻ, മിഥുൻ ജയശങ്കർ, കമലേഷ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഈ സിനിമയും പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത്. COVID-19 പാൻഡമിക്കിന് ശേഷമുള്ള ശ്രീലങ്കയിലെ സാമ്പത്തിക വെല്ലുവിളികളും സുരക്ഷയും ആഭ്യന്തര പ്രശ്നങ്ങളും ഒരു ശ്രീലങ്കൻ തമിഴ് ഫാമിലിയെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് സിനിമയുടെ പ്രമേയം. മനോഹരമായ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് അരവിന്ദ് വിശ്വനാഥനാണ്. എഡിറ്റിംഗ് ഭരത് വിക്രമൻ. ചിത്രത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് ഷോൺ റോൾഡനാണ്. ഈ ചിത്രത്തിന്റെ തമിഴ്നാട് പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1 കോടിക്ക് താഴെ മാത്രമാണ് ആദ്യ ദിവസത്തെ കളക്ഷൻ ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ചിത്രം പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തോടെ ചിത്രത്തിന്റെ ബുക്കിംഗിൽ കാര്യമായ വർധനവും സംഭവിച്ചിട്ടുണ്ട്. തെലുങ്ക് സിനിമയായ ഹിറ്റ് യൂണിവേഴ്സിലെ 3ാമത്തെ ചാപ്റ്റർ ഹിറ്റ് 3 ഇന്ന് തിയേറ്ററിലെത്തി. സൈരേഷ് കുളാനോ തിരക്കഥയും സംവിധാനം നിർവഹിച്ച ഈ സിനിമയും ഹെവി പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത്. നാനി, ശ്രീനിധി ഷെട്ടി എന്നിവർ പ്രധാന താരങ്ങളാകുന്ന ഈ സിനിമയിൽ ആദിൽ പാല, റാവു രമേശ്, ബ്രഹ്മാജി, മാഗന്തി ശ്രീനാഥ് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. സാനു ജോൺ വർഗീസാണ് ഛായാഗ്രഹണം. എഡിറ്റിംഗ് കാർത്തിക് ശ്രീനിവാസ്. മികച്ച സംഗീതം പകർന്നിരിക്കുന്നത് മിക്കി ജെ മേയറാണ്. സിനിമയുടെ ബഡ്ജറ്റ് 60 കോടി രൂപയാണ്. ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആന്ധ്രയിൽ 4 കോടി 7 ലക്ഷം രൂപയും തെലങ്കാനയിൽ 4 കോടി 65 ലക്ഷം രൂപയും ഉൾപ്പെടെ ടോട്ടൽ ആദ്യ ദിവസത്തെ ഇന്ത്യൻ പ്രീസെയിൽ കളക്ഷനായി 11 കോടി 17 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രം ഓവർസീസ് പ്രീസെയിൽ കളക്ഷനായി 5 കോടി 40 ലക്ഷത്തോളം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 16 കോടി 50 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ പ്രീസെയിൽ കളക്ഷൻ. മോഹൻലാൽ നായകനായി തരുമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന സിനിമ ചിത്രത്തിന്റെ 7ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ വമ്പൻ തരംഗമായി മുന്നേറുകയാണ്. 6ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 6 കോടി 23 ലക്ഷം രൂപയായിരുന്നു. 6 ദിവസത്തെ ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 39 കോടി 75 ലക്ഷം രൂപയാണ്. 7ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയിലെ ഈ സിനിമയുടെ കേരള അഡ്വാൻസ് ബുക്കിംഗ് പരിശോധിക്കുമ്പോൾ 4 കോടി 60 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ഇന്ന് ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 8-9 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അതേസമയം ഇന്നലെ വരെയുള്ള ആദ്യ 6 ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 9 കോടി 65 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 7ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയോടെ 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. 6ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 11 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. ടോട്ടൽ 106 കോടി 50 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 6 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന അടുത്ത പ്രോജക്റ്റ് പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട് വാർത്തയും പോസ്റ്ററും പുറത്തു വന്നിട്ടുണ്ട്. ബിനു പപ്പുവിന്റെ തിരക്കഥയിൽ ഫഹദ് ഫാസിൽ നായകനാകുന്ന ഈ സിനിമയ്ക്ക് ടോർപിഡോ എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. നസ്ലിൻ, അർജുൻ ദാസ്, ഗണപതി എന്നിവർ പ്രധാന താരങ്ങളാകുന്ന ഈ സിനിമ ആഷിഖ് ഉസ്മാനാണ് നിർമ്മിക്കുന്നത്. ആസിഫ് അലി നായകനായി തമർ കെ.വി. രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സർക്കിട്ട്. വിനായക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അജിത്ത് വിനായകൻ നിർമ്മിക്കുന്ന ഈ സിനിമയിൽ ഓർഹാൻ, ദിവ്യപ്രഭ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഈ സിനിമ വരുന്ന മെയ് 8-നാണ് തിയേറ്ററിലെത്തുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിയോടെ ഈ സിനിമയുടെ ഏറ്റവും പുതിയ ഗാനം ഹോപ്പ് സോങ് റിലീസ് ചെയ്യപ്പെടുന്നതാണ്. ഏറെ നാളുകൾക്ക് ശേഷം അജു വർഗീസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയുടെ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. അടിനാശം വെള്ളപ്പൊക്കം എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ സിനിമ സൂര്യഭാരതി ക്രിയേഷൻസിന്റെ ബാനറിൽ മനോജ് കുമാറാണ് നിർമ്മിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.